അഴിമതി ആരോപണത്തിലും കേസുകളിലുമൊക്കെ ഉൾപ്പെട്ട് മന്ത്രിമാരും എംപിമാരുമൊക്കെ രാജിവെക്കുന്നത് ലോകത്ത് സർവ്വസാധാരണമായ കാര്യമാണ്. എന്നാൽ 30 വർഷം മുമ്പ് ജനിച്ച കുഞ്ഞിന്റെ പേരിൽ രാജിവെക്കേണ്ടി വരിക എന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്ന് ഇപ്പോൾ സംഭവിച്ചു. അതും പൊതുവെ വാർത്തകളിൽ ഇടം പിടിക്കാത്ത ഐസ്ലാൻഡിൽ. അസ്തിൽദുർ ലോവ തോൽസ്തോത്തിർ എന്ന ഐസ്ലാൻഡിന്റെ വിദ്യാഭ്യാസ ശിശുക്ഷേമ മന്ത്രിയാണ് തന്റെ പൂർവ്വ ബന്ധത്തിന്റെ പേരിൽ രാജിവെച്ചിരിക്കുന്നത്. ഒരു ഇന്റർവ്യൂവിൽ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഇവർ പരാമർശിച്ചത് വിവാദമാവുകയും ഒടുവിൽ ഇത് മന്ത്രിയുടെ രാജിയിൽ കലാശിക്കുകയുമായിരുന്നു. ഇത്രയും വിവാദമാകാൻ ആ ബന്ധത്തിലെ പ്രശ്നം എന്തായിരുന്നു എന്നല്ലേ? കുഞ്ഞ് ജനിക്കുന്ന സമയം 16 വയസ്സ് മാത്രമായിരുന്നു ലോവയുടെ പങ്കാളിയുടെ പ്രായം. ഇവർക്കപ്പോൾ 23 വയസ്സും. ഒരു വിശ്വാസി സമൂഹത്തിനൊപ്പം കൗൺസിലറായി സേവനം അനുഷ്ഠിക്കവെയാണ് ഇവർ പ്രണയത്തിലാകുന്നതും കുഞ്ഞ് ജനിക്കുന്നതും. ഐസ്ലൻഡ് ന്യൂസ് ഏജൻസിയായ ആർയുവിക്ക് നൽകിയ ഈ അഭിമുഖം മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുകയായിരുന്നു. ലോവയുടെ പങ്കാളിയായിരുന്ന ഐറിക്കൂർ അസ്മുൻസൻ മകനെ കാണാൻ ലോവ അനുവദിക്കുന്നില്ലെന്ന് ആരോപിച്ച് ഇതിനിടെ രംഗത്തെത്തിയതോടെ പ്രശ്നം കൂടുതൽ വഷളായി. വിഷയം ഇയാൾ ഐസ്ലൻഡ് പ്രധാനമന്ത്രിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് പക്വതയില്ലാത്ത പ്രായത്തിൽ ചെയ്ത തെറ്റ് നിലവിലെ തന്റെ ജീവിതത്തെ ബാധിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി ലോവ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ലോവയുടെ വിഷയം അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്നാണ് ഐസ്ലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റ്യൻ ഫ്രോസ്റ്റഡോട്ടർ ചൂണ്ടിക്കാട്ടിയത്. തികച്ചും വ്യക്തിപരമായ കാര്യമായതിനാൽ താൻ ഇതിൽ കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും നിയമം അതിന്റെ വഴിക്ക് നടക്കട്ടെ എന്നും അവർ പ്രതികരിച്ചു. ശരിക്കും ഈ കേസിലെ നിയമവിരുദ്ധമായ കാര്യം പ്രായപൂർത്തിയാകാത്ത കുട്ടിയിൽ നിന്ന് ലോവ ഗർഭിണിയായി എന്നതാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. 18 വയസ്സിന് താഴെയുള്ളവരുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നതിന് കൃത്യമായ മാനദണ്ഡം പുലർത്തുന്ന രാജ്യമാണ് ഐസ്ലാൻഡ്. ഇവിടുത്തെ നിയമപ്രകാരം 15 വയസ്സുള്ള ഒരാളുമായി അയാളുടെ സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമവിരുദ്ധമല്ല. പക്ഷേ 18 വയസ്സിന് താഴെയുള്ളവരുമായി അവർക്ക് മേൽ അധികാരമുള്ളവർ, അതായത് ഒരു ടീച്ചറോ മെന്ററോ ഒക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കുറ്റകരമാണ്. ഇതാണ് ലോവയ്ക്ക് വിനയായത്. ഐറിക്കൂറുമായി പ്രണയത്തിലാകുന്ന സമയം ഇയാൾ ചേർന്ന വിശ്വാസി സമൂഹത്തിന്റെ കൗൺസിലർ ആയിരുന്നല്ലോ ലോവ. ഇത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തയാൾ സാമ്പത്തികമായി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിലോ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിലാണെങ്കിലോ ഒക്കെ അയാളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. നിയമപ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത്. കേസിൽ ഇരയായതായി തനിക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ലെന്നാണ് ഐറിക്കൂർ ആർയുവിയോട് വെളിപ്പെടുത്തിയത്. പക്ഷേ സമ്മേളനത്തിലെത്തിയ സമയം താൻ മാനസികമായി ഏറെ തളർന്നിരുന്നുവെന്നും സഹായം തേടിയാണ് ലോവയുടെ സഭയിൽ ചേർന്നതെന്നും ഇയാൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലും ലോവയ്ക്ക് തിരിച്ചടിയായി. കോപ്പവോഗറിൽ നടന്ന മതസമ്മേളനത്തിൽ വെച്ചാണ് ലോവയും യുവാവും പ്രണയത്തിലാകുന്നത്. ലോവ കൗൺസിലറായിരുന്ന വിഭാഗത്തിൽ ഇയാൾ അഭയാർത്ഥിയായി എത്തുകയായിരുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഇരുവർക്കും മകൻ ജനിക്കുകയും ചെയ്തു. രഹസ്യബന്ധമാണ് ഇരുവരും കാത്തു സൂക്ഷിച്ചതെങ്കിലും കുഞ്ഞുണ്ടാകുന്ന സമയത്തും പിന്നീടുള്ള 1 വർഷവും കുഞ്ഞിനെയും ലോവയും ഐറിക്കൂർ സന്ദർശിച്ചിരുന്നു. പക്ഷെ പിന്നീട് ലോവ മറ്റൊരാളുമായി പ്രണയത്തിലായതോടെ ഈ സന്ദർശനത്തിന് വിലക്ക് വീണു. തുടർന്ന് നീതി ആവശ്യപ്പെട്ട് ഐറിക്കൂർ ഭരണകൂടത്തെയും പള്ളി കമ്മിറ്റിയും ഒക്കെ സമീപിച്ചതോടെ മാസത്തിൽ 2 മണിക്കൂർ മകനെ കാണാൻ അനുവാദം ലഭിച്ചു. പിന്നീട് 18 വർഷത്തോളം ഇയാൾ കുഞ്ഞിന് സാമ്പത്തിക സഹായം നൽകിയതായാണ് വിവരം. ഇതിന്റെ രേഖകളും ആർയുവി പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്തിടെ ഇയാളുടെ ഒരു ബന്ധുവാണ് മകനെ കാണാൻ ഐറിക്കൂറിന് അനുവാദമില്ലെന്ന് കാട്ടി പ്രധാനമന്ത്രിക്ക് കത്തയച്ചത്. തികച്ചും കോൺഫിഡൻഷ്യൽ ആണെന്ന് വിശ്വസിച്ചായിരുന്നു കത്തെങ്കിലും വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിഷയം ലോവയെ അറിയിച്ചു. തുടർന്നാണ് ഇവർ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്. പക്ഷേ സ്ഥാനം രാജിവെച്ചെങ്കിലും പാർലമെന്റിൽ തന്നെ തുടരാനാണ് ലോവയുടെ തീരുമാനം. തന്റെ പൂർവ്വകാലം ഇപ്പോഴത്തെ ജീവിതത്തിന് തടസ്സമാകാൻ അനുവദിക്കില്ലെന്നാണ് ലോവ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പീപ്പിൾസ് പാർട്ടിയുടെ എംപിയായി ഇവർ പാർലമെന്റിൽ തന്നെ തുടരുമെന്നാണ് വിവരം.